ദേവീ ശരണം അമ്മേ തന്നല്ലോ ദേവി നീ ഈ നരകുലജനിതർക്കെത്ര സാമഗ്രികൾ തൻ വൃന്ദം യോഗാർത്ഥമിങ്ങൾ സകലവുമുടനെ ഭോഗസാമഗ്രിയാക്കി നിന്നെ ധ്യാനിക്കുവാനായി കരതളേരുകളാൽ തന്നൊരാ മാനസത്തെ തന്നിഷ്ടം തേടുവാനായി വിടുവതു മഹതീ കണ്ടു നീ മാപ്പു നൽകൂ. ദേവീ ശരണം അമ്മേ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർക്കാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായം ചന്ദ്രഗതി ആണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ തുടങ്ങിയ പ്രമുഖ ഗ്രഹങ്ങൾക്ക് സ്വന്തമായ മറ്റൊരു ഗതിയുണ്ട്. അതേമാതിരി ചന്ദ്രൻ്റെ ഗതിയുമുണ്ട്. ഈ രണ്ട് ഗതികൾക്കും തമ്മിൽ വൈരുദ്ധ്യം സംഭവിക്കുന്നില്ല എന്നവിടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രണ്ടിനെയും അടിസ്ഥാനമാക്കി ഉണ്ടാക്കുന്നതായിട്ടുള്ള പഞ്ചാംഗങ്ങൾ, അതനുസരിച്ചിട്ടുള്ള മുഹൂർത്തങ്ങൾ, അതനുസരിച്ചിട്ടുള്ള ശുഭ ദിനങ്ങൾ, ആ ദിനങ്ങൾക്ക് മാറ്റമുണ്ട് എന്നുണ്ടെങ്കിലും രണ്ടിനെയും മഹാത്മാക്കളെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അഖില ലോകത്തിനും ആധാരബോധനായിട്ടുള്ള ഭഗവാൻ ശ്രീമൻ നാരായണൻ ലോകമംഗളത്തിനും കർമ്മശുദ്ധിക്കും വേണ്ടി ഭ്രമണം ചെയ്യണു. വേദസ്വരൂപനും വേദങ്ങളിലൂടെ അന്വേഷിക്കപ്പെടുന്നവനുമായിട്ടുള്ള ആ ഭഗവാൻ തന്നെ 12 വിഭജിച്ച് ക്രമമനുസരിച്ച് വസന്തം തുടങ്ങിയ 6 ഋതുക്കളിലും അദ്ദേഹം സമുചിതമായിട്ടുള്ള വിധത്തിൽ ശീത ഉഷ്ണാദി ഋതുഗുണങ്ങൾ വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആദിത്യനെ സകല മനുഷ്യരും വേദങ്ങൾ, വേദോക്ത കർമ്മങ്ങൾ, വർണ്ണാശ്രമ ആചാരമാർഗങ്ങൾ, ആഗമപ്രോക്തങ്ങളായിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള കർമ്മങ്ങൾ, യോഗാഭ്യാസങ്ങൾ മുതലായവ കൊണ്ട് സശ്രദ്ധം ഉപാസിച്ച് അവരുടെ അഭീഷ്ടം അനായാസം നേടുന്നുണ്ട്. കാണപ്പെടുന്ന ദൈവമായിട്ട് ഭഗവാനായിട്ടാണ് സൂര്യനെ കണക്കാക്കുന്നത്, ആരാധിക്കുന്നത്. ലോകങ്ങളുടെ എല്ലാ ആത്മാവുമാണ് ആ സൂര്യഭഗവാൻ. ആകാശത്തിനും ഭൂമിക്കും ഇടയിലെ അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലുള്ള കാലചക്രത്തിലെ മേഷം മുതലായിട്ടുള്ള രാശികളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സംവത്സര അവയവങ്ങളായ ചൈത്ര മുതലായിട്ടുള്ള 12 മാസങ്ങൾ അദ്ദേഹം കടക്കണു. ശുക്ലം കൃഷ്ണം എന്നീ 2 പക്ഷങ്ങൾ, ശുക്ലപക്ഷം കൃഷ്ണപക്ഷം, കറുത്തവാവ് വെളുത്തവാവ്, 2 പക്ഷങ്ങൾ ഒരു മാസത്തിന് ചേർന്നതാണ് ഒരു മാസം. അങ്ങനെയുള്ള ഈ ചാന്ദ്രമാസ കണക്കനുസരിച്ചാണ് പിതൃക്കൾക്ക് ഇത് ഒരു പകലും ഒരു രാവുമാണ്. 2.25 നക്ഷത്രമാണ്. സൂര്യൻ എത്ര കാലം ഒരു വർഷത്തിൻ്റെ 1/6 ഭുജിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ കാല അളവിനെ ഋതു എന്നും പറയുന്നു. അപ്പം നമ്മളുടെ ഒരു മാസം എന്ന് പറയുന്നത്, അതായത് ഒരു കൃഷ്ണപക്ഷം, ഒരു ശുക്ലപക്ഷം, വെളുത്തപക്ഷം, രണ്ടും കൂടുമ്പോഴാണ് പിതൃക്കൾക്ക് ഒരു മാസം, ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം ബ്രാഹ്മണരുടെ നടുവിലൊക്കെ എല്ലാ മാസവും അമാവാസി ദിവസം, കറുത്തവാവ് ദിവസം തർപ്പണം ചെയ്യാറുണ്ട്, ബലിതർപ്പണം. അതെന്താന്ന് പറഞ്ഞാൽ ദിവസേന ആ ഒരു ദിവസം മാസത്തിൽ ചെയ്യുമ്പോൾ അവർക്കതൊരു ദിവസമാണ് എന്നുള്ളത് കൊണ്ട് എള്ള, അരി മുതലായവ വെച്ചുകൊണ്ട്
ജലം വെച്ചുകൊണ്ട് തർപ്പണം ചെയ്യുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായം. അപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കൽ തർപ്പണം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസത്തിലൊരിക്കലാണെങ്കിലും പിതൃക്കൾക്ക് എല്ലാ ദിവസവും നമ്മൾ അവർക്ക് വേണ്ട പിണ്ടസമർപ്പണം ചെയ്തു എന്ന ഒരു കാര്യമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വർഷത്തിൽ 6-1 ഭുജിച്ചു കൊണ്ടിരിക്കെ കാലയളവാണ് ഋതു എന്ന് പറയുന്നത്. 6 ഋതുക്കളെ നമ്മൾ കണ്ടു. അതും സംവത്സര അവയവമായി കവികൾ വർണ്ണിക്കുന്നുണ്ട്. ആകാശവീതിയിൽ ആദിത്യൻ പകുതി ഭാഗം സഞ്ചരിക്കുന്ന കാലയളവിനെയാണ് ഒരു അയനം എന്ന് പറയുന്നത്. നഭോവീതിയിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ച് പൂർത്തിയാക്കുന്ന കാലയളവിനെ വത്സരം എന്ന് പറയുന്നു. സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വിദ്വത്സരം എന്നൊക്കെയുണ്ട്. ആദിത്യൻ്റെ മാന്ദ്യ, ശൈഘ്ര്യ, സമഗതികളെ അടിസ്ഥാനമാക്കിയിട്ട് 5 വത്സര ഭേദങ്ങളുള്ളതായിട്ട് കാലജ്ഞന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദിത്യൻ്റെ ഗതിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി ചന്ദ്രൻ്റെ ഗതിയെപ്പറ്റി പറയാം, കേട്ടോളൂ എന്ന് പറയാണ്. ആദിത്യൻ്റെ രശ്മിമണ്ഡലത്തിൽ നിന്ന് 1,00,000 യോജന മുകളിലായിട്ടാണ് ചന്ദ്രൻ്റെ സ്ഥിതി. ഔഷധങ്ങൾക്കെല്ലാം ഈശൻ, ഔഷധീശൻ എന്നൊരു നാമം കൂടി ചന്ദ്രനുണ്ട്. ആ ചന്ദ്രൻ സൂര്യൻ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം 2 പക്ഷം കൊണ്ടും 1 മാസം കൊണ്ടും സഞ്ചരിക്കുന്ന ദൂരം 2.25 ദിനം കൊണ്ടും 1 പക്ഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം 1 ദിവസം കൊണ്ടും സഞ്ചരിക്കുന്നു. ഇത്രത്തോളം വേഗത്തിലാണ് ചന്ദ്രൻ രാശിചക്രത്തെ ചുറ്റുന്നത് എന്നർത്ഥം. അപ്പോൾ ചന്ദ്രൻ്റെ ഗതി ആദിത്യൻ്റെ ഗതിയേക്കാൾ ദ്രുതമാണ് എന്ന് പറയാണ്. വേഗത്തിലാണ് സഞ്ചാരം. കലകൾ അനുക്രമം വർദ്ധിച്ച് ദേവന്മാർക്കും കലകൾ അനുക്രമം ക്ഷയിച്ച പിതൃക്കൾക്കും പ്രീതി ജനിപ്പിക്കണം. അതോടൊപ്പം അവർക്ക് പൂർവ അപര പക്ഷങ്ങൾ രാവും പകലും സമ്മാനിക്കണു, രാവും പകലും കൊടുക്കണു. 2 പക്ഷങ്ങൾ പിതൃക്കൾക്ക് 1 പകലും രാത്രിയുമാണ്. ചന്ദ്രൻ്റെ ഈ വൃദ്ധിക്ഷയം കൊണ്ട് അവർക്ക് പകലും രാവും സൃഷ്ടിക്കപ്പെടുന്നു എന്നർത്ഥം. സർവ്വജീവസമൂഹത്തിൻ്റെയും പ്രാണനും ജീവനും ചന്ദ്രൻ തന്നെയാണ്. പ്രഭുവായിട്ടുള്ള ചന്ദ്രൻ 30 മുഹൂർത്തം കൊണ്ട് ഓരോ നക്ഷത്രത്തെയും കടന്നു പോകുന്നു. 16 കലകളുള്ള ചന്ദ്രൻ അനാദിയായ പരമപുരുഷനും മനോമയനും അന്നമയനും സുധാകരനുമാണ്. ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, ജന്തുക്കൾ, സസ്യലതാദികൾ എന്നിവയുടെയെല്ലാം പ്രാണനും മനോരഞ്ജകനുമാകയാൽ ചന്ദ്രനെ സർവാമയൻ എന്നും പറയുന്നുണ്ട്. അത് അവിടെ നിന്ന് 3,00,000 യോജന അപ്പുറത്ത് ഒരു നക്ഷത്രചക്രം ചുറ്റി തിരിയുന്നുണ്ട് എന്ന് പറയുന്നു. അത് ചന്ദ്രമണ്ഡലത്തിൽ നിന്നും 3,00,000 യോജന മുകളിലാണ്. ചന്ദ്രനെ അതുകൊണ്ടാണ് വൃക്ഷങ്ങളുടെ അധിപൻ, സസ്യലതാദികളുടെ അധിപൻ എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവവിനിയോഗത്താൽ മേരുവിനെ തന്നെ വലം വയ്ക്കണു. 28 നക്ഷത്രങ്ങൾ കൂടിയതാണ് എന്ന് കണക്കാക്കി വരുന്ന അഭിജിത്താണത്. അങ്ങനെ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും 3,00,000 യോജന മുകളിലായിട്ട്